ചരിത്രമുറങ്ങുന്ന മണ്ണിലൂടെ ഒരു യാത്ര. നാം എല്ലാവരും അക്ഷരത്താളുകളിലൂടെ അല്ലെങ്കിൽ അക്ഷരങ്ങളിലൂടെ പഠിച്ചു മനസ്സിലാക്കിയ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്, ഒരുപാട് വിവരങ്ങളുണ്ട്. ഒരുപക്ഷെ അതെല്ലാം നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് നിൽക്കണമെന്നില്ല. അത്തരം നമ്മൾ പഠിച്ച, നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക, അത് ദൃശ്യവൽക്കരിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുക, പതിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ, കണ്ടു മനസ്സിലാക്കാൻ അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. ആ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ആ സ്ഥലങ്ങളെക്കുറിച്ചുള്ള പരമാവധി വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ശ്രമമാണ് ഞങ്ങൾ ഇതിലൂടെ നടത്തുന്നത്. ഒരുപക്ഷെ മത്സര പരീക്ഷകൾക്കെല്ലാം നമുക്ക് ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളെക്കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ നമുക്ക് ആവശ്യമായി വരും. അതിനെ ഡീപ്പായി നമ്മുടെ അറിവിലേക്ക് പകർന്നു നൽകുന്നതിന് അല്ലെങ്കിൽ അറിവിലേക്ക് ശേഖരിച്ചു വയ്ക്കുന്നതിന് ഈ സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര, ഈ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് ഈ സ്ഥലങ്ങൾ നിങ്ങളെ കാണിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ഫലപ്രദമാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അത്തരത്തിലുള്ള ഞങ്ങളുടെ ഈ ഉദ്യമത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ തെക്കേയറ്റത്തെ സംസ്ഥാനമായ കേരളത്തിൻ്റെ കാട്ടാക്കട താലൂക്കിലെ നെയ്യാർ ഡാമിൻ്റെ ചുവട്ടിലാണ്, അല്ലെങ്കിൽ നെയ്യാർ ഡാമിൻ്റെ തീരത്താണ് ഞാൻ നിൽക്കുന്നത്. വളരെ പ്രകൃതി രമണീയമായ, വളരെ മനോഹാരിത നിറഞ്ഞ ഒരു സ്ഥലം. നിങ്ങൾ ആര് കണ്ടാലും വളരെയധികം ഇഷ്ടപ്പെട്ടു പോകുന്ന, നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന, പച്ചപ്പ് നിറഞ്ഞ, വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ള, നെയ്യാറിൻ്റെ സാന്നിധ്യമുള്ള വളരെ മനോഹരമായ ഈ സ്ഥലം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നെയ്യാറിൻ്റെ അഗസ്ത്യ മലയിൽ നിന്നും ഉത്ഭവിച്ച് ഒഴുകി വരുന്ന നെയ്യാറിൻ്റെ കുറുകെ ജലസേചന ലക്ഷ്യമാക്കി നിർമ്മിച്ച ഒരു ജലസേചന പദ്ധതിയാണ് ഈ നെയ്യാർ ഡാം. 1958 നെയ്യാർ ഡാം ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ നിരവധിയായ, നിങ്ങൾ പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങളുടെ ഉത്തരം ഈ നെയ്യാർ ഡാമിൽ ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും അത്. നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ മാറിയാണ് നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിൻ്റെ കുറുകെയാണ് ഈ അല്ലെങ്കിൽ അണക്കെട്ട് കെട്ടിയിരിക്കുന്നത്. നെയ്യാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നെയ്യാറ്റിൻകര. നെയ്യാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രദേശത്തിന് നെയ്യാറ്റിൻകര എന്ന പേര് ലഭിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അഗസ്ത്യാർകൂടത്തിൽ നിന്നും നിരവധി അരുവികൾ ഒഴുകി അത് ഒരു നദിയായി ഒത്തുചേർന്ന് അതാണ് നമുക്ക് ഈ നെയ്യാർ ഡാമിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഇവിടെ ഒരു ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നുണ്ട്. 1985 ലയൺ സഫാരി പാർക്ക് സന്ദർശകർക്കായിട്ട് തുറന്നു കൊടുക്കുന്നത്. നെയ്യാർ ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഈ അണക്കെട്ടിൻ്റെ ഉയരമെന്ന് പറയുന്നത് 56 മീറ്ററാണ്. ഇതിൻ്റെ ഹൈറ്റ് 56 മീറ്ററാണ്. അതിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ നീളം എന്ന് പറയുന്നത് 294 മീറ്ററുമാണ്. 4 ഷട്ടറുകളാണ് ഇതിനുള്ളത്. ഈ 4 ഷട്ടറുകൾ വഴിയാണ് വെള്ളം നിറയുന്ന സമയത്ത് ഈ ആറ്റിലേക്ക്, നെയ്യാറിലേക്ക് ഇതിൻ്റെ വെള്ളം ഒഴുക്കി വിടുന്നത്. ഇതൊരു ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ടാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് നമ്മുടെ കൃഷിയിടങ്ങളിൽ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി 2 കനാലുകളുണ്ട്. ഇടതുകര കനാലും വലതുകര കനാലും. ഈ കാണുന്ന ഷട്ടറുകളുടെ 2 വശത്തും കൂടെയാണ് ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ നെയ്യാർ ഒഴുകി ചെല്ലുന്നത് പൂവാർ പൊഴിയിലാണ്. നെയ്യാറിൻ്റെ നീളം എന്ന് പറയുന്നത് 56 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ വെള്ളം ജലസമൃദ്ധമാക്കിക്കൊണ്ടാണ് ഈ നദി കടന്നു പോകുന്നത്. ഇതിൻ്റെ പോഷക നദികളാണ് കല്ലാർ, മുല്ലയാർ, കരവലിയാർ എന്നിങ്ങനെ 3 നദികൾ. നമ്മളീ കാണുന്നതാണ് നെയ്യാർ ഡാമിൻ്റെ റിസർവോയറാണ് നമ്മളീ കാണുന്നത്. ഇതിന് മറുഭാഗത്ത് നമ്മൾ ആ കാണുന്ന ഐലൻഡിലാണ് സഫാരി പാർക്ക് എന്ന് പറയുന്നത്. സഫാരി പാർക്ക് അതായത് സിംഹങ്ങളെ സംരക്ഷിക്കുന്ന കേന്ദ്രമാണ്. നമുക്കിവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ട്. ബോട്ടിൽ കയറി കഴിഞ്ഞാൽ
ബോട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സഫാരി പാർക്കിൽ എത്താൻ കഴിയും. സഫാരി പാർക്കിലെത്തി നമുക്ക് അവിടുന്ന് അവരുടെ ഒരു വാഹനമുണ്ട്, ബസ്സിൽ കയറി സിംഹങ്ങളെ നമുക്ക് അടുത്ത് നിന്ന് തന്നെ നിരീക്ഷിക്കുവാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. 1985 ഇത് സഫാരി പാർക്ക് ഓപ്പൺ ചെയ്യുന്നത്, ലയൺ സഫാരി പാർക്ക്. ഇത് അഗസ്ത്യാർകൂടത്തിൻ്റെ അഗസ്ത്യമലയുടെ താഴ്വാരമാണ്. ഇതെല്ലാം ഓരോ ഐലൻഡുകളാണ്. ഇതിനെ ചുറ്റി കിലോമീറ്ററുകൾ നീളുന്ന തരത്തിലാണ് ഈ റിസർവോയർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് ഏകദേശം അമ്പൂരി എന്ന് പറയുന്ന സ്ഥലം വരെ ഈ റിസർവോയർ നീണ്ടു കിടപ്പുണ്ട്. നമ്മൾ ഈ കാണുന്നതാണ് അഗസ്ത്യ മലനിരകൾ. ഒരു അഗസ്ത്യൻ, അത് നിങ്ങൾക്ക് എത്രത്തോളം അത് കാണാൻ ദൃശ്യമാകുന്നു എന്നറിയില്ല. ഇത് ഇവിടെ അടുത്തുള്ള കാളിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പിന്നെ അഗസ്ത്യമുനി ഇങ്ങനെ കിടക്കുന്നത് പോലെ തോന്നും. അത് ഇവിടെയുള്ള തദ്ദേശവാസികൾ അതങ്ങനെ പറയാറുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ കാണുന്ന ഒരു ഐലൻഡിലാണ് ഇവിടെ മരക്കുന്നം ദ്വീപിലാണ് ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ലയൺ സഫാരി പാർക്ക്. ഈ അഗസ്ത്യമല എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരയാണ്, അല്ലെങ്കിൽ പർവ്വതനിരയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ്, ഉയരം കൂടിയ മലനിരയാണ് ഈ അഗസ്ത്യ മല എന്ന് പറയുന്നത്. അപ്പോൾ വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ്. നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ദൂരെയായി കാണുന്നതാണ് ഈ അഗസ്ത്യമല എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള അതിന് താഴെയായി ഈ കാണുന്ന റിസർവോയറിന് സമീപത്തായി കാണുന്ന ഇതുപോലെയുള്ള നിരവധിയായ ദ്വീപുകൾ റിസർവോയർ എന്നാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നിരവധിയായ ദ്വീപുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഈ നെയ്യാർ ഡാമിലെ ചിൽഡ്രൻസ് പാർക്ക്. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്തതായിട്ട് കാണാം അലങ്കാര മത്സ്യവിജ്ഞാന കേന്ദ്രം. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ അലങ്കാര മത്സ്യവിജ്ഞാന കേന്ദ്രമാണ്. അക്വേറിയം കോംപ്ലക്സ് ആണ് നിങ്ങൾ ആ കാണുന്നത്. നെയ്യാർ ഡാമിലെ അക്വേറിയം കോംപ്ലക്സ് ആ കാണുന്നത്. ഇത് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ അലങ്കാര മത്സ്യവിജ്ഞാന കേന്ദ്രമാണ്. ഫിഷറീസ് വകുപ്പാണ് ഇതിൻ്റെ ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് അത് നെയ്യാർ ഡാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിഷറീസ് വകുപ്പിൻ്റെ ഈ ദേശീയ അലങ്കാര മത്സ്യ വിത്തുൽപാദന കേന്ദ്രമാണിത്. അലങ്കാര മത്സ്യങ്ങൾ നമുക്ക് ഇവിടെ നിന്നും മിതമായ നിരക്കിൽ മൊത്തമായും ചില്ലറയായും നമുക്ക് വാങ്ങാൻ സാധിക്കും. ദേശീയ അലങ്കാര മത്സ്യ വിത്തുൽപാദന കേന്ദ്രം, ദേശീയ അലങ്കാര മത്സ്യ വിത്തുൽപാദന കേന്ദ്രമാണ് നിങ്ങളീ കാണുന്നത്. ഇത് നെയ്യാർ ഡാമിൻ്റെ ഷട്ടറിന് താഴെയായിട്ട് നമ്മൾ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളീ കാണുന്നത് സ്റ്റീവ് ഇർവിൻ പാർക്ക്, ഇവിടുത്തെ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ സെൻ്ററാണിത്. 1977 ഇത് സ്ഥാപിതമാകുന്നത്. എന്നാൽ ഇതിനെ സ്റ്റീവ് ഇർവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇതിനെ സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്ന് പുനർനാമകരണം ചെയ്യുന്നത് 2007 അപ്പോൾ സ്റ്റീവ് ഇർവിൻ ഓസ്ട്രേലിയക്കാരനായ ഒരു ക്രോക്കഡൈൽ ഹണ്ടറാണ്. അദ്ദേഹം ഡിസ്കവറി ചാനലിന് വേണ്ടിയിട്ടുള്ള ഒരു ഷൂട്ടിങ്ങിനിടയിൽ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. നിങ്ങൾ ഈ കാണുന്നതാണ് സ്റ്റീവ് ഇർവിൻ. അദ്ദേഹം ഒരു മുതലയുമായി നിൽക്കുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് ഇവിടെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ഈ തെരണ്ടി മീനിൻ്റെ വാലിൻ്റെ കുത്തേറ്റ് മരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് ചെയ്തത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഈ പേര് മാറ്റി. ഇപ്പോൾ ഇത് സ്റ്റീവ് ഇർവിൻ പാർക്കെന്ന് അല്ല അറിയപ്പെടുന്നത്. അതുപോലെ മിയാവാക്കി വനമാണ് ഈ സ്റ്റീവ് ഇർവിൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. മിയാവാക്കി വനം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം വൃക്ഷങ്ങൾ നട്ടു വളർത്തുന്ന ഒരു രീതിയാണ്. ഇത് ആവിഷ്കരിച്ചത് ജാപ്പനീസ് സസ്യശാസ്ത്രജ്ഞനായ അകിര മിയാവാക്കിയാണ്. പ്രാദേശിക കാലാവസ്ഥയിൽ എളുപ്പത്തിൽ വളരുന്ന തദ്ദേശീയ ഇനങ്ങളെയാണ് ഇങ്ങനെ നട്ടു വളർത്താറുള്ളത്. ഇതിന് പേര് ഇങ്ങനെ മിയാവാക്കി വനം എന്ന പേര് ലഭിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ജാപ്പനീസ് സസ്യശാസ്ത്രജ്ഞനായ അകിര മിയാവാക്കി ആവിഷ്കരിച്ചുകൊണ്ടാണ്. ഇവിടെ അങ്ങനെ ഏകദേശം 397 മരങ്ങൾ നട്ടിട്ടുണ്ട്. ആകെ നട്ട ഇനങ്ങളെന്ന് പറഞ്ഞാൽ 166. വിസ്തീർണം ഏകദേശം 202 ചതുരശ്ര മീറ്ററാണ് ഇവിടെ നെയ്യാർ ഡാമിലെ ഈ മിയാവാക്കി വനത്തിൻ്റെ വിസ്തീർണം. ഇത് തുടങ്ങിയത് 24 ഓഗസ്റ്റ് 2019. ഇപ്പോൾ നമ്മളീ കാണുന്നതാണ്
കിക്മ കോളേജ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് 2008 സ്ഥാപിതമായത് നെയ്യാർ ഡാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ആദ്യത്തെ മാനേജ്മെൻറ്റ് കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് കിക്മ. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് കാളിപാറ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ജപ്പാൻ ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കുന്നത് അവിടെ ഈ നിങ്ങൾ കാണുന്ന കാളിപാറയിലാണ്. നമുക്ക് നേരിട്ട് അതിൻ്റെ ദൃശ്യങ്ങൾ അവിടെ പോയി തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാവുന്നതാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നെയ്യാർ ഡാമിൻ്റെ പരിസര പ്രദേശങ്ങൾ മൊത്തത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കും. വളരെ മനോഹരമായ കാഴ്ചയാണ് അവിടെ നിന്നുകൊണ്ട് നെയ്യാർ ഡാമിനെ വീക്ഷിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനലിൽ ഞങ്ങൾ വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ മാത്രമാണ് നൽകുന്നത്. ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ കാര്യങ്ങൾ ഉൾപ്പെടെ UPSC PSC പരീക്ഷകൾക്കും സിവിൽ സർവീസ് പരീക്ഷകൾക്കും ആവശ്യമായ നിരവധി വിവരങ്ങൾ ഈ ചാനലിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. ഈ വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി ലഭ്യമാകുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, ഹെറാൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അടുത്ത് ഞങ്ങൾ വീണ്ടും ഇതേപോലെ മറ്റൊരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലവുമായി അവിടുത്തെ ദൃശ്യങ്ങളും അവിടുത്തെ വളരെ വിലയേറിയ വിവരങ്ങളും ഇൻഫർമേഷൻസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.